Good morning, all. Morning, ma'am. Morning. Morning. Good morning. Morning. Let me, ma'am, join. ആയില്ലേ? ജോയിൻ ചെയ്ത് Okay, ma'am. Thanks. ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. എന്റെ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? Clear ആണ്, ma'am. Start ചെയ്തോളൂ. ഓക്കെ. Good morning, all. Good morning, ma'am. Good morning. ഗുഡ് മോർണിംഗ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ആൻഡ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു EFT പ്രാക്ടീഷണർ. ഗുഡ് മോർണിംഗ്. EFT പ്രാക്ടീഷണറാണ് ആൻഡ് ഒരു ഹോളിസ്റ്റിക് ഹീലറും കൂടിയാണ്. കറൻ്റ്ലി മെഡിറ്റേഷൻ ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള മോർണിംഗിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഫ്രം ഡിലേ ടു ഡ്രൈവ്. ഫ്രം ഡിലേ ടു ഡ്രൈവ്, വൈകിപ്പിക്കലിൽ നിന്നും മുന്നേറ്റത്തിലേക്ക് എന്ന് പറയാം അല്ലേ? അതുപോലെ താമസത്തിൽ നിന്ന് പ്രചോദനത്തിലേക്ക് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഒരു യാത്രക്ക് പോകുമ്പോഴാണല്ലേ നമ്മൾ ഈ വൈകിയ, ലേറ്റ് ആകുക എന്നൊക്കെ പറയും അല്ലേ? പലപ്പോഴും നമ്മുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടാവും. എവിടെയെങ്കിലും പോകാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേറ്റ് ആയി പോവാം. ഉണ്ടായിട്ടുണ്ടാവില്ലേ നമ്മളെ ലൈഫിൽ? തിരക്കിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് പല കാര്യങ്ങളും മിസ്സായി പോവുക അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന യാത്ര എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. വിജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ ഓരോരുത്തർക്കും പല പല മേഖലകളിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെ നമ്മൾ പല പ്രാക്ടീസസ് ചെയ്തിട്ടും ചില സമയത്ത് ചിലവർക്കെങ്കിലും ഈ ലൈഫിൽ സ്റ്റക്ക് ആയതുപോലെ, അതായത് ആ ജേണി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, എവിടെയൊക്കെയോ നമ്മൾ സ്റ്റക്ക് ആയതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ യാത്രയിൽ ഈ ഒരു മന്ദഗതി വരിക? മന്ദഗതി എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഒരു സ്ലോ ഡൗൺ ആയി പോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോ ഇതിൽ എത്ര പേര് ജോയിൻ ആയി എന്നറിയില്ല. വിംബിളുടെ നേതൃത്വത്തിൽ ഒരു വിംബിൾ ഹാർമണി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റഡ് ചെയ്തിട്ടുണ്ട്. എറ്റേണൽ ഹാർമണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് അണ്ടറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. മൈൻഡ്, ബോഡി, സോൾ റീ അലൈൻമെന്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 90 ഡേയ്സിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആണ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്ലോ ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് 10x സ്പീഡിലേക്ക് നമ്മുടെ സക്സസിനെ കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയല്ലേ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു ആക്ച്വൽ സീക്രട്ട് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം എന്നുള്ളതാണ്. അതിന് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു 90 ഡേയ്സിന്റെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇപ്പൊ കറന്റ് ഉള്ള ഒരു 10x സ്പീഡ് നമ്മുടെ ഗ്രോത്ത് പോസിബിൾ ആക്കുക. അപ്പോ നമ്മുടെ ടോപ്പിക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അല്ലെ? സ്ലോ ഡൗൺ ആയ അവസ്ഥയിൽ നിന്നും നമ്മളെ മുന്നോട്ടേക്ക് പ്രചോദനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയണം എന്താണ് നമ്മളെ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഓരോ വർഷവും ഈ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട് അല്ലെ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്ത ഗോള്? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പറയാവോ? കഴിഞ്ഞ ന്യൂ ഇയറിന് സെറ്റ് ചെയ്ത ഗോളുകൾ എത്ര പേര് റീകോൾ ചെയ്ത് നോക്കി? ഓർമ്മയുണ്ട് അല്ലേ?
ഗോളിന് അടുത്തെത്തിയോ? എത്തിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ നമ്മൾ എല്ലാ വർഷവും ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട്. ആക്ഷൻ പ്ലാനുകൾ മാറി മാറി അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അവർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ട്രൈ ചെയ്ത് മാനിഫെസ്റ്റേഷനിലൂടെ കേൾക്കുന്നില്ല, ക്ലിയർ ആയില്ല. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടോ? അത് എനിക്ക് മാത്രമാണ് മാമിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. നെറ്റ്വർക്ക് ഇപ്പൊ ഓക്കെ ആണോ? വീഡിയോ ഒന്ന് പോസ് ചെയ്തേക്കാം. അപ്പോ മാനിഫെസ്റ്റേഷൻ ചെയ്തവരുണ്ടല്ലേ? മാനിഫെസ്റ്റേഷൻ ചെയ്ത് സക്സസിൽ ഏതെങ്കിലും നിങ്ങൾ വിചാരിച്ച ടാർഗറ്റ് കിട്ടി എത്ര പേരുണ്ട്? എന്തെങ്കിലും കാര്യങ്ങള് നെഗറ്റീവ്സ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്ത് നേടും. കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോ നമ്മളിങ്ങനെ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്ത് ആക്ഷൻ പ്ലാൻ മാറ്റി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തു, ബട്ട് സ്റ്റിൽ എന്തോ ഒരു സ്റ്റക്ക് അല്ലെ? അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് തടസ്സമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാല്, 2 വ്യക്തികൾ നടന്നു പോകുന്നു എന്ന് സങ്കല്പിക്കാം. അതിൽ ഒരാളുടെ കയ്യിൽ 2 ഭാരമുള്ള ബാഗുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, മറ്റേ ആളുടെ കയ്യിൽ വെയിറ്റ് ഇല്ലാത്ത ഒരു ചെറിയ ബാഗും ഉണ്ട്. ഇവർക്ക് ഇനി കടന്ന് പോകേണ്ടത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കയറ്റമാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആ കയറ്റത്തിന്റെ ഏറ്റവും ടോപ്പില് ഇതിൽ ഏത് വ്യക്തി ആയിരിക്കും എത്തുക നോർമലി? അപ്പൊ ആക്ച്വലി ഇവിടെ ഡെസ്റ്റിനേഷന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ ദൂരമാണോ ഇവിടെ നമ്മൾ എത്താനുള്ള താമസത്തിന് കാരണം? അല്ല അല്ലെ? പിന്നെ എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള ഭാരമാണ്. ദൂരമോ അല്ലെങ്കിൽ എനിക്ക് എക്കോ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് പ്രോബ്ലം ആയി വരുന്നത് ദൂരമോ കയറ്റുമോ ഒന്നുമല്ല, പകരം എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭാരമാണ് അല്ലെ? അപ്പോ നമ്മുടെ ലൈഫിലും നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ പറ്റാത്തത് നമ്മൾ സെറ്റ് ചെയ്ത ഗോളിന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഗോള് അത്രയും വലുതായത് കൊണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല. പകരം എന്താണ്? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുമലില് അത്തരത്തില് ഒരു ഭാരത്തിന്റെ ഭാണ്ഡം കയറ്റി വച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അത്തരത്തിലൊരു ഭാരം ശ്രമിക്കാത്തത് കൊണ്ട്. ഓക്കെ, ഈ ശ്രമിക്കാത്തത് കൊണ്ട് എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത്, നമ്മൾ ഈ ഭാണ്ഡത്തിന്റെ ഭാരം പേറിക്കൊണ്ടാണോ നടക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ വഴിയിൽ മറ്റെന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ കാണാനിടയില്ല അല്ലെ? ഇത്തരത്തിൽ അനാവശ്യമായ ഭാരം ചുമന്ന് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ വേറെയും വരും അല്ലെ? നമുക്ക് മുതുക് വേദന എടുക്കും. മുതുകിലാണ് നമ്മൾ ബാഗ് എടുക്കുന്നത്, മുതുക് വേദന എടുക്കും. അതുപോലെ തന്നെ കയ്യിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൈകൾക്ക് വേദന വരും അല്ലെ? നമ്മൾ ആകെ ടയേർഡായി പോകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാം. കുറച്ച് സന്യാസിമാര് വനത്തോട് ചേർന്നിട്ടുള്ള ഒരു ആശ്രമത്തിൽ താമസിക്കുകയാണ്. ഒരിക്കല് അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് അവിടെ താമസിക്കുന്ന ഒരു മുതിർന്ന സന്യാസിയോട് ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, സമ്പത്തില്ല, എനിക്ക് സമാധാനവും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്.
എൻ്റെ ലൈഫിലാണെങ്കിൽ എനിക്കൊരു ഹാപ്പിനെസ് ഇല്ല, ഒരു സമാധാനവും ഇല്ല എന്ന് പറയാണ്. അപ്പൊ സന്യാസി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്, എൻ്റെ കൂടെ പുറത്തോട്ട് വാ, ഞാൻ എന്തായാലും പുറത്തേക്ക് പോവാണ്, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയും. അങ്ങനെ ഇവര് രണ്ടുപേരും മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഈ സന്യാസി എന്തു ചെയ്തു എന്ന് വിചാരിച്ചാൽ ഒരു കല്ലെടുത്തിട്ട് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു. അത്യാവശ്യം വലിപ്പമുള്ള ഭാരമുള്ള ഒരു കല്ലെടുത്തിട്ട് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നടന്നോളൂ എന്ന് പറഞ്ഞു. യാത്ര തുടർന്ന് സന്യാസി നല്ല ഊർജത്തിൽ അല്ലെങ്കിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിന് പുറകെ ഈ യുവാവ് വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഒരു കല്ലും എടുത്തിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഉദ്ദേശസ്ഥാനത്തെത്തിയപ്പോൾ സന്യാസിയോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ ക്ഷീണം വരികയാണ്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയാണ്. അപ്പോ അദ്ദേഹം തിരിച്ച് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, വരുന്ന വഴി മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള, ദാഹം ശമിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തടാകങ്ങൾ ഉണ്ടായിരുന്നു, നീ കണ്ടോന്ന് ചോദിക്കും. അപ്പോ ഈ ചെറുപ്പക്കാരൻ പറയും, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ചോദിക്കും, ഒരുപാട് വൃക്ഷങ്ങളും ഫലങ്ങളും ഉണ്ടായിരുന്നു, അത് നീ കണ്ടോന്ന് ചോദിക്കും. അപ്പോ ചെറുപ്പക്കാരൻ പറയും, ഇല്ല, അതും ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പൊ എൻ്റെ കയ്യിൽ ഈ ഭാരമുള്ളത് കൊണ്ട് തന്നെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതായത് അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ഇതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. ശരി, എന്തിനാണ് എന്നോട് ഈ കല്ല് ചുമന്നുകൊണ്ട് വരാൻ പറഞ്ഞത് എന്ന ചെറുപ്പക്കാരൻ സന്യാസിയോട് ചോദിക്കാണ്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്, ഞാൻ നിന്നോട് പറഞ്ഞതെന്താ, ഈ കല്ല് പിടിക്കാനാണ്. ഇത്രയും ദൂരം ഇത് ചുമന്നു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു? ഇല്ല, നിനക്ക് വേദനിച്ചെങ്കില് നീ അത് അവിടെ ഇറക്കി വെക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണമായിരുന്നു, ഇത് എന്തിനാണ് ഇത് എടുത്തിട്ട് പോകുന്നതെന്നുള്ളത്. നീ ചോദിച്ചോ? ഇല്ല. ഈ വരുന്ന വഴിയില് നിനക്ക് വിശപ്പകറ്റാനുള്ളതും ദാഹം ശമിപ്പിക്കാനുള്ളതും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, നീ അന്വേഷിച്ചോ? ഇല്ല. അപ്പോ ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സന്തോഷിക്കാനും, അപ്പൊ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിലും നിനക്ക് സന്തോഷിക്കാനും സമ്പാദിക്കാനുമുള്ള സാഹചര്യവും സാധ്യതയും ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല, നീ കാണാത്തതായിരുന്നു. കാണാത്തതിന്റെ കാരണം എന്തായിരുന്നു? നിന്റെ തോളില് നീ കയറ്റി വച്ചിരുന്ന ഭാരം കൊണ്ടാണ്. അപ്പോ വഴികളിലെ സാധ്യതകളും നമുക്ക് ഉണ്ടാകുന്ന എല്ലാ പോസിബിലിറ്റീസും, സക്സസിലേക്ക് വരാനുള്ള പല പല പോസിബിലിറ്റീസ് കഴിഞ്ഞ വർഷത്തിലും മുന്നേയും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലൂടെ വന്നു പോയിക്കൊണ്ടേ ഇരുന്നിരുന്നു. ബട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, നമ്മൾ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആക്സെപ്റ്റ് യുവർ എക്സിസ്റ്റൻസ്. ആൻഡ് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് എവ്രിതിങ് യു നീഡ് ഫോർ സപ്പോർട്ടിങ് യുവർ എക്സിസ്റ്റൻസ് ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് യു. നിങ്ങളുടെ എക്സിസ്റ്റൻസിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സും ഓൾറെഡി ഹിയർ. യെസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അനാവശ്യ ഭാരങ്ങളെ ഇറക്കി വച്ചേ മതിയാവുള്ളൂ. ഇനി 90 ദിവസം ബാക്കി നിൽക്കേ, ഡെഫിനറ്റ്ലി വി വോണ്ട് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. എല്ലാ വർഷത്തെയും പോലെ വേണമെങ്കിൽ നമുക്ക് 2026 പോകാം. ഒരു പേരിനെന്ന രീതിയിൽ ന്യൂ ഇയർ റെസൊല്യൂഷന് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം, അത് മതിയെങ്കിൽ നോ പ്രോബ്ലം. അതല്ല, ഒരു ചേഞ്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ചെറിയ കാര്യമെങ്കിലും നമ്മൾ അഡീഷണലി ചെയ്യാനായിട്ട് റെഡിയാകുക എന്നുള്ളതുണ്ട്. അപ്പോ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ രീതിയിൽ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിന് പിന്നാലെ പോകണം എന്ന് പറയും. യഥാർത്ഥത്തില് നമ്മൾ അലൈൻഡ് ആയി കഴിഞ്ഞാൽ
ഈ ലക്ഷ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. സാധ്യതകൾ, പോസിബിലിറ്റീസ് ഒക്കെ തന്നെ അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദ ഓൺലി വൺ തിങ് യു വോണ്ട് ടു ഡു ഈസ് അലൈൻ യുവർ എനർജി. സോ അതിന് ഏറ്റവും ആദ്യം നമ്മളെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അല്ലെ? നിറയെ ഉള്ള ഒരു പാത്രത്തില് വീണ്ടും ഒരു കാര്യം കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് പോസിബിൾ, നോട്ട് പോസിബിൾ, അല്ലെ? നിറയെ ഒരു അതിൻ്റെ അരുകോളം കവിയുന്നത് വരെ ഉള്ള ഒരു പാത്രത്തിലേക്ക് വീണ്ടും നമുക്ക് നിറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പോ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബിഫോർ ദാറ്റ് എൻഷുർ, മേക്ക് ഷുവർ അവിടെ എന്തുണ്ട്, കൊടുക്കുന്ന കാര്യങ്ങളെ റിസീവ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന ഭാരം അതെന്തൊക്കെയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തൊക്കെയാണ് നിങ്ങളുടെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എന്തൊക്കെയായിരിക്കാം ആ ഭാരത്തിന്റെ ഭാണ്ഡത്തിൽ ഉണ്ടാകുന്നത്? റെസ്പോൺസിബിലിറ്റീസ്, ടെൻഷൻ, ഇമോഷൻസ്, ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ, Fear of failure. നെഗറ്റീവ് തോട്ട്സ്. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങളാണ്. വെറീസ്, കറക്റ്റ്. എല്ലാം നിങ്ങൾ പറഞ്ഞ ആൻസർ ഒക്കെ കറക്റ്റ്. നമുക്ക് പറയാം അല്ലേ? സെൽഫ് ഡൗട്ട് ആയിക്കോളെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെറീസ്, ടെൻഷൻ, റെസ്പോൺസിബിലിറ്റി, ഫിയർ, സെൽഫ് ബ്ലെയിമിങ്, യെസ്, പാസ്റ്റ് ട്രോമാസ്, സപ്രഷൻ ഓഫ് ഇമോഷൻസ്, സാക്രിഫൈസ്, അല്ലേ? ഇതൊക്കെ നമ്മുടെ ഭാരങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം റെഡി ആയിരുന്നു, പക്ഷെ ഇന്നേർലി നമ്മൾ വലിയൊരു ഭാരം എടുത്ത് വെക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ ബേർഡൻ. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന് പറയുമ്പോൾ ഭയം, ഫിയർ, സെൽഫ് ബ്ലെയിമിങ്, സപ്രഷൻ ഓഫ് ഇമോഷൻസ്, സാക്രിഫൈയിങ്, പിന്നെ ജനറേഷണൽ ട്രോമ, അതാണ് നമ്മൾ ഈ പറയുന്ന പാസ്റ്റ് ട്രോമ. അതായത് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്ത് വരുന്ന ചില ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. അത് ഈ പറയുന്ന രീതിയിൽ ഫൈനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയർ ചൂസിങ്ങിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ജനറേഷൻസിന്റെ ചില കാര്യങ്ങൾ അതേപോലെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരുപാട് ഫാമിലീസ് സ്റ്റിൽ ഈ ഒരു സമയത്തും നിലനിൽക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, അതോടൊപ്പം തന്നെ ട്രോമാസും ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ കണ്ടീഷണൽ പാരന്റിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ചൈൽഡ്ഹുഡിൽ വളരെ കണ്ടീഷണലിംഗ് ആയിട്ടുള്ള പാരന്റിങ് കിട്ടിയ കുട്ടികൾ ഇപ്പോ ഒരു 30-35 അല്ലെങ്കിൽ ഒരു 40 ഇയേഴ്സ് ഒക്കെ ആയിട്ടാണ് അവർ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ ലൈഫിൽ ഇത്രയും പ്രോബ്ലംസ് വന്നത് പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാരന്റിങ് ട്രോമയെന്ന് ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുന്നത് ഏത് പ്രായത്തിലാ? 40-45 വയസ്സിലൊക്കെയാണ് അവർ മനസ്സിലാക്കി എടുക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, നോയിങ്ലി ഓർ അൺനോയിങ്ലി. ദെൻ ഹേറ്റ്രഡ്, ജലസ്, ഗിൽട്ട്, ഷെയിം, പിന്നെന്താണ് ഏർത്ത്ലി അറ്റാച്ച്മെന്റ് കൂടുക, ഇല്യൂഷൻസ് ക്രിയേറ്റ് ആവുക, അതുപോലെ ഡിറ്റാച്ച്മെന്റ് ഫ്രം സോഴ്സ് ആൻഡ് നേച്ചർ. ഇതൊക്കെ നമുക്ക് ബേർഡൻ ആയിട്ടാണ് വരുന്നത്. ഒന്നുകൂടി പറയാം: ഫിയർ, സെൽഫ് ബ്ലെയിമിങ്, സപ്രഷൻ ഓഫ് ഇമോഷൻസ്, സാക്രിഫൈയിങ്, ജനറേഷണൽ ട്രോമ അഥവാ ചൈൽഡ്ഹുഡ് ട്രോമ, കണ്ടീഷണൽ പാരന്റിങ്, ഹേറ്റ്രഡ്, ജലസ്, ഗിൽട്ട്, ഷെയിം, ഓവർ ഏർത്ത്ലി അറ്റാച്ച്മെന്റ്, ഇല്ലൂഷൻസ്. ഇവയൊക്കെ തന്നെ നമ്മുടെ ഭാരത്തിന്റെ ഭാണ്ഡത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കാം. മെയിനായിട്ട് ഇതിനൊക്കെ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബിലീഫ് സിസ്റ്റം ആണ്, അല്ലെ? ശരിക്കും പ്രശ്നക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ബിലീഫ് സിസ്റ്റം ആണ്.
നമ്മൾ കടന്നു വന്നിരിക്കുന്ന വഴികളിൽ കിട്ടിയതായിട്ടുള്ള ഒരുപാട് അനുഭവത്തിൽ നിന്ന് നമ്മൾ ഏറെക്കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതായത് ഒരു കഥയുണ്ട്. ഒരമ്മ മീന് കട്ട് ചെയ്യാണ്, ഫിഷ് കട്ട് ചെയ്യാണ്. അപ്പൊ ഒരു മകള് വന്ന് ചോദിക്കാണ്, അമ്മ എന്തിനാണ് ഈ ഒരു മീനിന്റെ തലയും വാലും ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ആ അമ്മ പറയാണ്, എന്തിനാ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ ഇതാണ് എന്നെ പഠിപ്പിച്ചത്. ദാറ്റ്സ് വൈ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഫോളോ ചെയ്ത് വരുന്നു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മമ്മേനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചു പോയിട്ട് ഈ അമ്മമ്മേനോട് ചോദിക്കാണ്, അമ്മമ്മ എന്തിനാണ് ഈ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ തലയും വാലും കട്ട് ചെയ്ത് കളയുന്നത്? അപ്പോൾ അമ്മമ്മ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ അമ്മ അങ്ങനെയാ പഠിപ്പിച്ചത്, എൻ്റെ അമ്മയുടെ സമയത്തൊക്കെ അങ്ങനെയാണ് ചെയ്തത്. സോ എന്ത് ചെയ്യാ, എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, മുത്തശ്ശിയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, മുത്തശ്ശി എന്തിനാണ് ഈ മീന് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ തലയും വാലും ആദ്യം കട്ട് ചെയ്ത് കളയുന്നത്? അപ്പൊ മുത്തശ്ശി പറയാണ്, അതെന്താണെന്ന് വെച്ചാ ആ സമയത്ത് എൻ്റെ കയ്യില് അത്ര വലിപ്പമുള്ള പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് മൊത്തത്തിൽ ഇടാനായിട്ട് സാധിക്കുന്ന പാത്രം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ തലയും വാലും മുറിച്ച് കളഞ്ഞു. അതാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൂടെ പറയാനായിട്ട് അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളും ഇതുപോലെയാണ്. എന്തിനാണ് നമ്മളത് വിശ്വസിച്ചിരിക്കുന്നത്, എന്താണ് അതിന് പിന്നിലുള്ള റീസൺ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഫോളോ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യുന്നു, അത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ പല ലിമിറ്റഡ് ബിലീഫ്സും ഇങ്ങനെ തന്നെയാണ്. ചില ജനറേഷണൽ കേഴ്സ് എന്ന് പറയും. എസ്പെഷ്യലി ഫൈനാൻഷ്യലി വരുന്ന കാര്യങ്ങൾ ഒരുപാട് ഫാമിലി സ്റ്റിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. അതായത് ഇതാണ് നമ്മുടെ ഫാമിലി കണ്ടീഷൻ, ഇതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, സോ ഇതിനുള്ളിൽ ജീവിച്ചോളണം, ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല, മണീനെ പറ്റി തിങ്ക് ചെയ്യാൻ പാടില്ല, ഇതാണ് നിങ്ങളുടെ ബൗണ്ടറീസ് അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ. അപ്പോ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഭയം, സെൽഫ് ബ്ലെയിമിങ്, ഇതൊക്കെ തന്നെ നമ്മൾ ഹീൽ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫിയർ വരുന്നതിന് ദർ ഇസ് എ സ്പെസിഫിക് റീസൺ ബിഹൈൻഡ് ദാറ്റ് അല്ലെ? അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ട്രോമ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു സർട്ടൺ ഇവന്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതിനെ കണ്ടുപിടിച്ച് ഹീൽ ചെയ്ത് ഈ കാര്യങ്ങളെ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഭാരത്തിനെ നമുക്ക് ഇറക്കി വെക്കാനായിട്ട് സാധിക്കണം. അപ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലാക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അതില് ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് കൂടുതലായിട്ട് ഞാൻ ഇന്ന് അതുമാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഫിയർ, ഭയം അല്ലെ? ചില ആളുകളോട് ചോദിക്കുമ്പം അവർ പറയാറുണ്ട്, എല്ലാത്തിനും പേടിയാണ് എന്ന് പറയും. പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ്, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാണ്, പ്രസന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ അതിലപ്പുറം പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പേടിയാണ്, ആശയങ്ങൾ പങ്കുവെക്കാൻ പേടിയാണ് അല്ലെ? പൈസയെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാണ്, ആരോഗ്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ അതിലും പേടിയാണ്, ഹസ്ബൻഡിന് വൈഫിനെ പേടിയാണ്, വൈഫിന് ഹസ്ബൻഡിന് പേടിയാണ്, അവിടെയും ഇൻലോസിന് പേടിയാണ്, അമ്മായിയമ്മക്കും അമ്മായിയച്ഛനും മരുമക്കളെ പേടിയാണ്. ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫിയർ ആണ്. അപ്പോ ഫിയർ എന്ന് പറയുമ്പോൾ, ഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ വരുന്നത്? നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടാണോ തോന്നുന്നത്, നെഗറ്റീവ് ആയിട്ടാണോ തോന്നുന്നത്? എങ്ങനെ തോന്നുന്നത്? നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ട്. ബട്ട് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ ഈ ഗുഹയിലൊക്കെ നമ്മൾ പണ്ട് അറിയാം, ശിലായുഗത്തില് മറ്റേ നമ്മുടെ പൂർവികർ വനത്തിലും ജീവിച്ചതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ആക്ച്വലി ആ സമയത്ത്
നമ്മുടെ പൂർവികർ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു അത്ര ഈ ഫിയർ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും? അവർക്ക് ആ ഒരു ജീവിക്കാൻ സിറ്റുവേഷനിൽ എനിക്ക് എക്കോ വരുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കുന്നതില്? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞു. ആ സാഹചര്യത്തിൽ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ആക്ച്വലി ഈ പറയുന്ന ഫിയർ എന്ന് പറയുന്നത്. ആ സാഹചര്യത്തില് ഇപ്പോ നമ്മൾ വളരെയധികം സെക്യൂർഡ് ആയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ടും നമ്മൾ ആ ഒരു ഇമോഷനും ക്യാരി ചെയ്തിട്ടാണ് വന്നത്. കാലം മാറി അതിൻ്റെതായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും വന്നു എങ്കിലും മനുഷ്യന്മാര് ഇപ്പോഴും ആ ഒരു ഇമോഷനും ക്യാരി ചെയ്തിട്ടാണ് നടക്കുന്നത്. സോ അത്രമാത്രം ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ക്യാരി ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. അന്ന് നമ്മൾ എപ്പോഴും അലേർട്ടായി ഇരിക്കണമായിരുന്നു. മൃഗങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു സിറ്റുവേഷനിൽ വരാം. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ വി ക്യാരി ദാറ്റ്. അപ്പോ ഭയം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഒരു മെസ്സേജ് ആണ്. നമ്മുടെ ജീവിതത്തില് ഭയം ഉണ്ട് എങ്കിൽ അത് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഫിയർ ഈസ് ദ റീസൺ, അതിന്റെ ബിഹൈൻഡ് റീസൺ എന്ന് പറയുന്നത് സെൻസ് ഓഫ് ലാക്കിംഗ്. എന്തോ ഒന്നിന്റെ അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് നമ്മളോട് വിളിച്ചു പറഞ്ഞു തരുന്ന ഒരു മെസ്സഞ്ചർ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഈ ഫിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയാണ് ഫിയർ എങ്കിൽ ദാറ്റ് മീൻസ് യു ലാക്ക് ദാറ്റ് ക്ലാരിറ്റി. മുന്നോട്ട് പോകേണ്ട ഡയറക്ഷനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി പേടി വരുന്നത്. മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്ക് സ്റ്റേജിൽ നിന്ന് ഒരു ഓഡിയൻസിനോട് സംസാരിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും ലാക്കായിരിക്കുന്നത്? ഫിയർ. നമുക്ക് വരുന്നതിന്റെ റീസൺ എന്തായിരിക്കും? ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയാം അല്ലെ. ആൻഡ് മണി ഫിയർ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇൻസഫിഷ്യൻസി ഓഫ് മണി. അതുപോലെ നമുക്ക് എക്സ്പ്രഷൻസ് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് കുറയുക, അല്ലെങ്കിൽ ഒരു ഓപ്പണസി ഇല്ലാത്തത് കൊണ്ട്. സോ എല്ലാ ഭയത്തിനു പിന്നിലും ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് സംതിങ്. എന്തോ ഒന്നിന്റെ അപര്യാപ്തതയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഭയം നമ്മളെ ഹിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു വാണിംഗ് ആണോ എന്നുള്ളത് ചിന്തിച്ചു നോക്കിയേ. അപ്പോ ഭയത്തിനെ നമ്മളൊരു വില്ലനായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ഒരു ഭയം വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് തന്നെ ചോദിച്ചു നോക്ക്, എന്താ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, എന്താ എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു നോക്കുക. ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾക്ക്, ഓരോ നെഗറ്റീവ് ഇമോഷൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മറ്റൊരു ഫോമാറ്റിലേക്ക്. ഇതിനാണ് നമ്മൾ ഇമോഷണൽ ആൽക്കമി എന്ന് പറയാം. അപ്പോ ഇനി മുതൽ അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിയർ നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, എന്താണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് വോയിസ് കേൾക്കുന്നില്ലല്ലോ മാം. ഇപ്പൊ ഓക്കെ ആണോ? ആ, അതെ. ഓക്കെ. ഇവിടെ നല്ല ഹെവി റെയിൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോ 10x സ്പീഡിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി സാധ്യതകൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ നെഗറ്റീവ് ഇമോഷൻസും ഇമോഷണൽ ആൽക്കമി വഴി അതിനെ മറ്റൊരു ഫോമാറ്റിലേക്ക് മാറ്റാം. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ചുമലില് ഒരു ഡീമൻ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഡീമൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻ എന്നാണ് അർത്ഥം. DE മീൻസ് നെഗറ്റീവ് ആൻഡ് ഇമോഷൻ ആൻഡ് മോൺ മീൻസ് ഇമോഷൻ. അപ്പോൾ ഡീമൻ എന്നുള്ളതിന്റെ അർത്ഥം നെഗറ്റീവ് ഇമോഷൻ എന്നുള്ളതാണ്.
ഇമോഷൻ എന്നുള്ളതിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എനർജി ഇൻ മോഷൻ. സോ എവറി ഇമോഷൻ ക്രിയേറ്റ് എ എനർജി, വെദർ ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എവറി ഇമോഷൻസ് ക്രിയേറ്റ് എ എനർജി. ആ ഒരു എനർജിയുടെ ആകെ തുകയായിരിക്കും നമ്മുടെ എനർജി എന്ന് പറയുന്നത്. സോ ബി അവെയർ വിച്ച് കൈൻഡ് ഓഫ് ഇമോഷൻ ദാറ്റ് യു പൊസസ്. അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പണ്ട് സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു എനർജീനെ നമുക്ക് ഉണ്ടാക്കാനോ അതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല. സോ നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലും ദ ഓൺലി വൺ സൊല്യൂഷൻ അതിനെ ട്രാൻസ്ഫർ ഇൻ ടു അനദർ ഫോമാറ്റ്. സോ ഇനിയുള്ള 90 ഡേയ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ഇയർ നിങ്ങൾക്ക് വളരെയധികം പ്ലസന്റ് ആയിട്ട് അതുപോലെ പ്രീ പ്ലാൻഡ് ആയിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. Thank you, ശരിക്കും ma'am. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ Thank you. നമ്മുടെ 90 ഡേയ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഫീൽ ചെയ്തു. താങ്ക് യു. അപ്പൊ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഫോർ ഗിവിംഗ് സച്ച് പോസിറ്റീവ് വൈബ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നമുക്കപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഭയങ്കര മഴയാണ്. വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. എല്ലാവരും ഫീഡ്ബാക്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു. താങ്ക് യു മാം. Thank you.